ഹലോ, എല്ലാവർക്കും എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമല്ലേ? ഇവിടുത്തെ മഞ്ഞാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ സമയം 3 മണി, പുലർച്ചെ 3 മണിയാവുന്നു. പിന്നെ എൻ്റെ അക്കോമഡേഷൻ്റെ അടുത്തുള്ള മഞ്ഞാണിത്. മഞ്ഞായിട്ടൊന്നും കാണാൻ കഴിയുന്നില്ല. ഞാൻ അത് പറയാനല്ല വന്നത്, വേറൊരു കാര്യം പറയാൻ വന്നത്. അതിവിടെ ഞാൻ നടന്നു പോകുന്നിടത്ത് ഇരുട്ടായതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഒരു മിനിറ്റ് പറയാട്ടോ വിളിച്ചത്. അപ്പോൾ ഒരു പയ്യനെ ഇന്ന് ഞാൻ കണ്ടിരുന്നു. ഞാൻ ഇവിടുന്ന് ഒരു പിക്കപ്പ് എടുത്തിട്ട് ഒരു കസ്റ്റമറെ കൊണ്ടുപോയിട്ട് മരത്തള്ളി കൊണ്ടുപോയിടാണ്ടായിരുന്നു ബാംഗ്ലൂർ സിറ്റിയിൽ. അപ്പോൾ അവിടെ കൊണ്ടുപോയിരുന്ന സമയത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ട് പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ എൻ്റെ സ്റ്റീരിയോയിൽ മലയാള പാട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ ആ പയ്യൻ വന്നിട്ട് ചോദിച്ചു മലയാളിയാണോ ചോദിച്ചപ്പോൾ ആ നാട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ പയ്യന് ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ പിന്നെ ജോബ് വേക്കൻസി എന്ന് പറഞ്ഞിട്ട് വന്നാണ്. ഒരു മലയാളി കൺസൾട്ടേഷനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ട് ഈ മലയാളികൾ എന്താട്ടി കൊണ്ടിരിക്കുന്ന പൈസ അത്ര 10,000 രൂപ വാങ്ങിയിട്ട് ഓര് പറഞ്ഞു ഇതാണ് ഓഫീസ്, ഇയാളുടെ ചെല്ലി ഞങ്ങളോട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിന് ഓര് പോയി. അങ്ങനെ പിന്നെ പയ്യനോടെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ പൈസയൊന്നുമില്ല, എൻ്റെ പൈസ ഒരു വാങ്ങി. ഇവിടെ എത്തിയപ്പോൾ ഒരു പറഞ്ഞ് 6,000 രൂപ ഇവിടെ കൊടുക്കണം, 6,000 6,500 കൊടുക്കണം. യൂണിഫോമിൻ്റെയും 1 ടൈം രജിസ്ട്രേഷൻ്റെ ഫീസൊക്കെ എന്നാ പറഞ്ഞിട്ടാണ് അവന് ഇതാക്കിയതെന്ന് പറഞ്ഞു. എൻ്റെയൊക്കെ പൈസയൊന്നും ഇല്ല, ഇനി ഞാൻ നാട്ടിൽ തന്നെ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ചെക്കൻ പിന്നെ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും, തിരൂരം കാണ്ടില്ലാണെന്ന് പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ അങ്ങനെ ഒരുപാട് ഏജൻസികൾ ഫേക്കായിട്ടുണ്ട്. ഈ ഫേക്ക് ഏജൻസികളൊക്കെ നമ്മളെ നാട്ടിൽ മലയാളികളും ഉണ്ടാവും. ഒരു പരിധി വരെ മലയാളികളോട് നിൽക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യത്തിനൊക്കെ. ഇപ്പം ഞാനും ബാംഗ്ലൂർ വന്നിട്ട് കുറേ കാലമൊന്നും ആയിട്ടില്ല, പക്ഷേ ഇവിടെ ഈ നാട്ടിൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വിവരങ്ങൾ അറിയുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് എന്നോട് ചോദിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇവിടെ ഉള്ള ആൾക്കാരെ കൂടെ, ഇപ്പം എൻ്റെ റൂമിൽ തന്നെ ഒരുപാട് പയ്യന്മാരൊക്കെ ഉണ്ട് ബാംഗ്ലൂർ, ഇവിടെ നിൽക്കുന്ന ലോക്കൽസ് തന്നെ ഉണ്ട്. അല്ലാതെ നമുക്ക് ഒരുപാട് ആൾക്കാരോട് പരിചയമുണ്ട്. അപ്പോൾ ആ പരിചയത്തിൻ്റെ പുറത്ത് ഞാൻ അന്വേഷിച്ച് നോക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ നിങ്ങളെ പെട്ടെന്ന് ചാടി പിടിച്ചിട്ട് ഇങ്ങോട്ട് ബാംഗ്ലൂർക്ക് അങ്ങനത്തെ കാര്യത്തിനൊക്കെ വരുമ്പോൾ നല്ലോണം ആലോചിച്ചിട്ട് അന്വേഷിച്ചിട്ടും വരിക. ഇവിടെ വന്നിട്ട് പെട്ടുപോകും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണത്. അങ്ങനെ ഒരുപാട് ഫേക്കായിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ഏജൻസികളാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഫ്ലിപ്കാർട്ടും ആമസോണും അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും പോയി പെടാതിരിക്കുക. ആദ്യം അന്വേഷിക്കുക, നല്ലോണം അന്വേഷിച്ചിട്ട് നല്ലോണം കൊടുക്കുക, അല്ലാതെ നിൽക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിൽ ആരെങ്കിലും, നിങ്ങളെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് മിഷാൽ എന്ന് പറഞ്ഞിട്ട്, ഓനൊക്കെ ഇവിടെ പിന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓരോർക്ക് ചോദിച്ചിട്ടൊക്കെ ഞാനും തന്നെ ഇവിടെയൊക്കെ വരെ എത്തിയത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ആരോടെങ്കിലും ചോദിക്കുക. പിന്നെ ചോദിച്ചിട്ട് കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ വരിക കേട്ടോ. അല്ലാതെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നാൽ പെട്ട് പോകും. അതുകൊണ്ടാണ്